back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മാമയുടെ വീട്ടിലാണ്. അതായത് എൻ്റെ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ വീടാണ്. അതായത് മലപ്പുറത്താണ് ഉള്ളത്. സോ ഐ തോട്ട് ഇന്ന് ഇവിടുത്തെ ഗാർഡൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇവിടെ കുറേ എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് മാമ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഐ ഇംപ്രസ്ഡ്. സോ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന്. ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള കുറേ ചെടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാമയുടെ രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളെ ഗാർഡൻ ടൂറാണ്. ഇതാണ് എൻ്റെ മാമ എന്ന് പറയുന്ന ആള്. ഹെർ നെയിം ഈസ് ആരിഫ സക്കീർ. അപ്പൊ മാമ ഞാൻ നേരത്തെ പറഞ്ഞ ആരിഫ സക്കീർ എന്ന് പറഞ്ഞ എൻ്റെ മാമ ഈ ഫുൾ ഗാർഡൻ ചെയ്തുണ്ടാക്കിയത് മാമാണ്. അപ്പൊ മാമിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം എന്തൊക്കെയാണ്. മാമക്ക് ആദ്യം ഫസ്റ്റ് ആയിട്ട് എനിക്കറിയാം മാമക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എന്താണ് മാമ ആദ്യം ദുബായിൽ സെറ്റിൽഡ് ആയിരുന്നു. ബട്ട് ഇപ്പം ഒരു 1 year ആയിട്ടുള്ളൂ നാട്ടിൽ സെറ്റിലായിട്ട്. അപ്പോൾ അതിനുശേഷം പെട്ടെന്നാണ് ഇത് ശരിക്കും ഉണ്ടാക്കിയത് മാമ. ശരിക്കും ഞങ്ങൾ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. കാരണം മാമക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ മാമിനോട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. അപ്പം ഒരു മിനി ഗാർഡനൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ആസ് ബിഗിനർ ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിച്ചത് എന്തായിരുന്നു മാമക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത്. മാമക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നിയത് ഒന്നുമില്ല. ഞങ്ങൾ ഒരുപാട് വർഷം ദുബായിലായിരുന്നു. പിന്നെ ഇപ്പോൾ സെറ്റിലായപ്പോൾ ലോക്ക്ഡൗണും തുടങ്ങിയപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു മൂഡ് തോന്നി. ശരിക്കും ലോക്ക്ഡൗൺ ആണെന്ന് പറയാം. വഴിത്തിരിവ് ലോക്ക്ഡൗൺ തന്നെ പറയാം ശരിക്കും കാര്യം സത്യം പറഞ്ഞാല്. അപ്പൊ എല്ലാ ഹെൽപ്പും എൻ്റെ ഹസ്ബൻഡാണ്. മാമയുടെ ഹസ്ബൻഡും നാട്ടിൽ സെറ്റിൽഡ് ആണ് ആക്ച്വലി. അപ്പം മാമക്ക് മാമിന്റെ ഹസ്ബൻഡും കൂടി ഉള്ള കാരണമാണ് കൂടുതൽ ഇതിലോട്ട് ഇറങ്ങാൻ പറ്റുന്നത് തന്നെ. കുറെ ഡ്രില്ലിങ്ങും കാര്യം നിങ്ങൾക്ക് മാമയുടെ ഹസ്ബൻഡൊക്കെ ചെയ്ത് കൊടുക്കുക കാരണം അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതൊരു ചെടി പടരാൻ വേണ്ടിട്ട് ചെയ്തത്, സ്പ്രെഡ് ആവാൻ വേണ്ടിട്ട്. കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞ ഒരു നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. പടർത്തി വിടാൻ ഇതൊക്കെ ഔട്ട്ഡോർ തന്നെയല്ലേ അമ്മ? പിന്നെ അതേപോലെ ടേർട്ടിൽ വൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണ്. അത് ശരിക്കും ചിരട്ടയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സിംഗിൾ പീസ് വെച്ചുണ്ടാവോ? അല്ല, കുറച്ച് കൂടുതൽ വെച്ചാൽ ഇതിങ്ങനെ സ്പ്രെഡ് ഇങ്ങനെ വരികയാണ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഓരോ നമുക്കിപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാതെ ഇങ്ങനെ ചിരട്ട വെച്ചിട്ടോ അതേപോലെ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അത് കണ്ടില്ല, ഇവിടെ കണ്ടിട്ടുണ്ട് ടർട്ടിൽ വൈൻ്റെ വേറെ ഒന്ന്. അതിന് തൊട്ടടുത്തുള്ള സ്പാനിഷ് എയർ പ്ലാന്റ് ആണ്. അതെന്ന് പറയുന്നത് എയർ പ്ലാന്റ് ആണ്. സ്പാനിഷ് മോസ് എന്ന് പറയും. ബിഗോണിയാസ് ആണ്. ഇതെല്ലാം ബിഗോണിയാസ്. ഇത് ബ്രൊമേലിയാസ്. ഇത് കാണിച്ചെടുക്കും. ഇങ്ങനെ വേസ്റ്റ് ആയി കിടക്കുന്ന സ്റ്റാൻഡ്സും അതേപോലെ തന്നെ സ്റ്റൂൾസും ഒക്കെ വെച്ചിട്ട് മാമ ഇതിന്റെ പ്ലാന്റിന്റെ സ്റ്റാൻഡാക്കി മാറ്റിയതാണ് കേട്ടോ ഇതൊക്കെ. ഈ സെറ്റ് ചെയ്തതിൽ എൻ്റെ ഫേവറേറ്റ് പോർഷൻ ഇതാട്ടാ. ഇത് എങ്ങനെയാണെന്ന് മാമ പറഞ്ഞുതരും ശരിക്കും പറഞ്ഞാൽ. ഇത് ചകിരി ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് വെച്ചിട്ട് പിന്നെ നെറ്റിൽ പൊടിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി. നെറ്റിൽ അപ്പോൾ സ്പ്രേ എങ്ങനെയാ? വാട്ടർ സ്പ്രേ ചെയ്യൽ എങ്ങനെയാ? അത് ഇതിൻ്റെ മേലെ നല്ല വെള്ളം ആവശ്യമുണ്ടോ ഇതിന്? ഇല്ല, ഇങ്ങനെ എല്ലാം ഈ ക്രീപ്പേഴ്സും അങ്ങനെയൊക്കെയാണ്. ഒന്ന് സൂം ചെയ്ത് കാണിക്കും. കാരണം ഒരു വള്ളി എടുത്തിട്ട് സർക്കിൾ ഫോമിലാക്കിയിട്ട് പിന്നെ അതിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്തുള്ള ഈ ഒരു സംഭവം, ഇത് ഇവിടെ അടുത്തൊരു പുഴ ഉണ്ട് ആക്ച്വലി. ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന പുഴയിൽ നിന്ന് കിട്ടുന്ന മരത്തടി ഉണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് ഇവിടെ വെച്ചിട്ട് അതിലിങ്ങനെ ഓരോന്ന് സ്ക്രൂ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിടിച്ചു വരുന്നേ ഉള്ളൂ എന്നാ പറയണത്. ഇവിടൊക്കെ ഇന്റർലോക്ക് ആയ കാരണം നമ്മളിവിടെ എക്സ്ട്രാ മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് കുറെ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്.
അപ്പൊ ഇതെങ്ങനെയാ മാം എടുത്തിട്ടുള്ളത്? പറമ്പിന്ന് അവിടെ തടിയൊക്കെ വെട്ടിയപ്പോ ഇങ്ങനെ പീസ് കൊണ്ടുവന്നിരുന്നു. അതായത് നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന മരങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കൂലേ, അപ്പം ഈ അതിനെ സ്ലൈസ് ചെയ്തിട്ട് ഓരോ പീസ് ഇങ്ങനെ വേറെ വെച്ച് എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടാണ് അപ്പൊ ഇതില് ഇത് ടേർട്ടിൽ വൈൻ അല്ലേ? ടേർട്ടിൽ വൈൻ ഇതൊക്കെ ഔട്ട്ഡോർ അല്ലേ? മണ്ണ് വെച്ചിട്ട്, അതായത് ഇതിന്റെ സെൻട്രൽ പോർഷനില് മണ്ണ് ഫില്ല് ചെയ്തിട്ട് പിന്നെ അവിടെയൊക്കെ വെക്കുന്നതാണ് ഇത് ചെടികളൊക്കെ. അങ്ങനെ ഉണ്ടാക്കിയാണ് കേട്ടോ ഈ സ്റ്റാൻഡൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ അല്ലേ? നമ്മള് ഇവിടെ മാമിയുടെ ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കിയതാട്ടോ അത്. ഇത് പിന്നെ ഇതെന്താ ഇതിങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പലക വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അത് പിന്നെ ഒരു വാൾ ഹാങ്ങിങ് പോലെ ആക്കി മാറ്റിട്ടുണ്ട് മാമ. ജസ്റ്റ് മണി പ്ലാന്റ്, ഇങ്ങനെ ടേർട്ടിൽ വൈന്, റോയോ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ മാമ ഇതും അതേപോലെ തന്നെ നമുക്ക് പുഴയെന്ന് കിട്ടിയതാട്ടോ മരം. അതില് ടേർട്ടിൽ വൈന് ചെയ്തിട്ട് പിന്നെ അതിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചുറ്റുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പില് നമ്മളെ ചിരട്ടയില്ലേ, നോർമൽ ചിരട്ട വെച്ചിട്ട് അതിൽ പ്ലാന്റ് ചെയ്തതാണ് ഇതൊക്കെ. കാണാൻ പറ്റും ഇതെല്ലാം മാം സെറ്റ് ചെയ്തിട്ടുള്ളത് പുറത്തല്ല, നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ്. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഫാനിന്റെ ആ ബോഡി വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പൊ അതെങ്ങനെയാന്ന് മാം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഫാനിന്റെ ഇതിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ചേർത്തോണ്ട് കട്ടിക്കൊടുക്കും. പിന്നെ അത് ഈർപ്പാണ്, ഈർപ്പം വെച്ചിട്ടാണ് സോറി ഈറമ്പം ഗഡ്സ് എനിക്കറിയില്ല കേട്ടോ. ആ ഈറമ്പം വെച്ചിട്ട് ഓരോ ചിരട്ട ഇങ്ങനെ ഓരോ ലെവൽസിലായിട്ട് ചെയ്തതാണ്. എന്നിട്ട് അതില് കംപ്ലീറ്റ് മാം പ്ലാൻ ചെയ്യും, ഹസ്ബൻഡ് അതിന് പിന്നെ നെക്സ്റ്റ് ഫേണാണിത്. ഇതൊരു ഫേണാണ്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു. നമ്മുടെ നാട്ടിലൊന്നും ഉള്ളതല്ല, പുറത്തുനിന്നുള്ള പുതിയത് ഉണ്ടായി വരികയാണ്. ഞാൻ ഇപ്പോൾ ഒരു മാസമേ ആയുള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നല്ലോണം വെള്ളം ആവശ്യമില്ല. മാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര ഇൻട്രസ്റ്റ് ആവാൻ കാരണം മാം അത്ര ക്യാഷ് കൊടുത്തിട്ടൊന്നും വാങ്ങിച്ചതല്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ കംപ്ലീറ്റ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറേ മണി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഗാർഡനൊന്നല്ല ശരിക്കും ഇത്. നമ്മള് നൂല് വാങ്ങിച്ചിട്ട് ശരിക്കും നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ബട്ട് അതിനേക്കാളും നല്ല ലാഭം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഈ ഒരു ത്രെഡ് വാങ്ങിച്ച് ഉണ്ടാക്കുന്നതാണ്. ഇതിലൊക്കെ തട്ടുന്നതിനാണോ? ശരിയായി വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊരു ക്രിസ്മസ് കാക്ടസ് എന്ന് പറയും. നല്ല ഫ്ലവർ ഉണ്ടാവും, നല്ല ഭംഗി. സ്പൈഡർ പ്ലാന്റ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ
ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. സോ അങ്ങനെ എല്ലാവരുടെ അടുത്തും ബൈ ബൈ ആൻഡ് അസ്സലാമു അലൈക്കും.